ഒരു കഥ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് നിങ്ങളോട് പറയാം. ഒരു സുവിശേഷകൻ തൻ്റെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപികളുടെയും പാപം മോചിക്കുന്നതാണ് എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു. അപ്പോൾ പ്രസംഗം എല്ലാം കഴിഞ്ഞു. കേട്ടുനിന്നായ ഒരു വ്യക്തി ഈ പ്രസംഗകന്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാവരുടെയും പാപം മോചിക്കൂ, സകലരുടെയും പാപം മോചിക്കൂ? അങ്ങനെയാണ് എങ്കിൽ ഈ തെരുവിലൂടെ നടക്കുന്നതായ മദ്യപിച്ചും വേണ്ടാതിനും ചെയ്ത് നടക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ഒന്നും പാപം മോഹിച്ചിട്ടില്ലല്ലോ, അവരൊക്കെ പിന്നെയും അങ്ങനെ തന്നെയാണല്ലോ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ സുവിശേഷകൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ജോലി എന്താണ്, താങ്കൾ എന്തെടുക്കുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു സോപ്പ് കമ്പനിയാണ്, ഞാൻ സോപ്പ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആട്ടെ, താങ്കളുടെ സോപ്പിന്റെ പ്രത്യേകത എന്താണ്? അതോ, ആ സോപ്പ് മനുഷ്യരുടെ ശരീരത്തിൽ പുരട്ടിയാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അഴുക്ക് മുഴുവനും പോകും, മാത്രമല്ല നല്ല സുഗന്ധം കിട്ടും. സുവിശേഷകൻ ചോദിച്ചു, എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ നിന്നുള്ളതായി ചെളി കഴുകിക്കളയോ? എല്ലാ മനുഷ്യർക്കും സുഗന്ധം കൊടുക്കുവോ? കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ തെരുവിലൂടെ എത്രയോ കുട്ടികളാണ് ഈ ചെളിയിൽ കിടന്ന് കളിക്കുന്നതും അഴുക്കിൽ കിടന്ന് നടക്കുന്നതും ഒക്കെ. എന്നിട്ട് എന്തേ അവരുടെ ശരീരത്തിലെ ഈ അഴുക്ക് പോകാത്തത്? ഇത് പറഞ്ഞതായ മനുഷ്യൻ അല്പം ദേഷ്യം വന്നു. ആ മനുഷ്യൻ ഈ സുവിശേഷകനോട് പറഞ്ഞു, അത് ആ കടയിൽ പോയി ആ സോപ്പ് മേടിച്ച് സ്വന്തം ശരീരത്തിൽ പുരട്ടി കഴുകി കുളിക്കണം, എന്നാലേ അത് പോവുള്ളൂ, അല്ലാതെ പോവില്ല. അപ്പോൾ ആ സുവിശേഷകനും പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ രക്തം സകലമാന മനുഷ്യരുടെയും പാപം മോചിക്കുന്നതാണ്. പക്ഷെ പാപം മോചിക്കണമെങ്കിൽ വിശ്വാസത്തോടെ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരണം.